കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാപ്സിക്കം വെച്ച് നല്ലൊരു മസാലക്കറി തയ്യാറാക്കാം. ഈ ഗ്രേവി വെച്ച് ചപ്പാത്തിയും റൈസും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതിനായി വലിയൊരു ക്യാപ്സിക്കവും സവോളയും തക്കാളിയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. ക്യാപ്സിക്കത്തിൻ്റെ നെടുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയെല്ലാം എടുത്തു കളയണം. എല്ലാവർക്കും അറിയാലോ. അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. സവാളയും അതിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുത്തിട്ട് ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് കേട്ടോ. പിന്നെ അല്പം നെയ്യാണ് ചേർക്കുന്നത്. നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം സവാളയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്നു വരുമ്പോൾ പച്ചമണം എല്ലാം മാറി വഴന്നു വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നീട് ഈ എണ്ണയിലേക്ക് തക്കാളിയും സവോളയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറില്ലേ, നന്നായി വെന്ത് വഴന്നു വന്നു കഴിഞ്ഞാൽ അതേപോലെ ആക്കിയിട്ടെടുത്ത് നമുക്ക് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കണം കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. തക്കാളിയും ഉള്ളിയും വഴറ്റിയത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പാനിലേക്ക് അല്പം ഓയിലും അല്പം നെയ്യും കൂടി ചേർക്കാം, അവരവരെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി അതിലേക്ക് ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. പിന്നീട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് ഉടച്ച് 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടിയൊന്നും കരിയരുത് കേട്ടോ. ഒരു ക്യാപ്സിക്കം എടുത്തത് കൊണ്ടാണ് കേട്ടോ ഈ അളവിലെടുത്തത്. ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. പാനിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പെല്ലാം പാകമുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും പാകത്തിന് ഉപ്പുണ്ടോ എല്ലാം നോക്കി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുക്കായി വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി അതിലേക്ക് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം മസാലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.